ക്ലാസ് 11 CBSE ആനുവൽ എക്സാം ഒരു പബ്ലിക് എക്സാം അല്ലാത്തതുകൊണ്ട് തന്നെ അതിന് അത്രത്തോളം പ്രാധാന്യം നിങ്ങളിൽ പലരും നൽകിയിട്ടുണ്ടായിരിക്കില്ല. ഒരു യൂണിറ്റ് ടെസ്റ്റ് പോലെയായിരിക്കും നിങ്ങളിൽ ചിലരെങ്കിലും അതിനെ കാണുന്നുണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ പല ചാപ്റ്റേഴ്സും സ്കിപ്പ് ചെയ്യുന്നുണ്ടായിരിക്കാം. എന്തെങ്കിലുമൊക്കെ കാണിച്ചുകൊണ്ട് എങ്ങനെയെങ്കിലേക്ക് ഈ ഒരു എക്സാം പാസ്സായാൽ മതി എന്ന് വിചാരിക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ ഇതിൻ്റെ എല്ലാം പ്രശ്നം പറ്റാൻ പോകുന്നത്, ഇതിനെല്ലാം നിങ്ങൾ ബാധിക്കാനായിട്ട് പോകുന്നത് അടുത്ത വർഷമാണ്, ക്ലാസ് 12-ലാണ്. ഇപ്പോൾ നിങ്ങൾ ഈ ക്ലാസ് 11-ൽ പഠിക്കുന്ന കെമിസ്ട്രിയിലെ എല്ലാ ചാപ്റ്റേഴ്സും അടുത്ത വർഷം നിങ്ങൾ പഠിക്കാനിരിക്കുന്ന ചാപ്റ്റേഴ്സിൻ്റെ ബേസാണ്. ബേസ് ഉറപ്പിക്കാതിരുന്നാൽ അടുത്ത വർഷം നിങ്ങൾ എല്ലാവരും അത്രത്തോളം ബുദ്ധിമുട്ടിലൂടെ ആയിരിക്കും കടന്നു പോകുന്നുണ്ടായിരിക്കുക. അതുണ്ടാവാതിരിക്കാൻ തന്നെ വളരെയധികം പ്രാധാന്യം നൽകിക്കൊണ്ട് ഈ വർഷത്തെ എല്ലാ ചാപ്റ്റേഴ്സും നിങ്ങൾ പഠിച്ച് സെറ്റാക്കിയിരിക്കണം. മാർക്ക് എത്ര തന്നെ കൂടുതൽ കിട്ടിയാലും കുറവ് കിട്ടിയാലും അത് മാറ്റർ ആക്കേണ്ടതില്ല. പക്ഷേ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ചില ചാപ്റ്റേഴ്സ് ഉണ്ട്. ഇത് നിങ്ങൾ തീരെ നോക്കിയില്ല എന്നുണ്ടെങ്കിൽ ക്ലാസ് 12-ൽ നിങ്ങളുടെ ബോർഡ് എക്സാമിൽ നിങ്ങൾ കിട്ടാൻ പോകുന്ന മാർക്ക് വളരെ വളരെ കുറവായിരിക്കും. ആ ചാപ്റ്റേഴ്സിൻ്റെ ഒരു ഓർഡർ ഞാനൊന്ന് പറഞ്ഞുതരാം. ഓർഗാനിക് കെമിസ്ട്രിയിൽ 2 ചാപ്റ്റേഴ്സ് നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. അതായത് ഓർഗാനിക് കെമിസ്ട്രിയിലെ ബേസിക് ആയിട്ട് പഠിപ്പിക്കുന്ന കുറേ കാര്യങ്ങൾ, ഹൈഡ്രോ കാർബൺസ് എന്ന് പറഞ്ഞ് ഈ 2 ചാപ്റ്ററും പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ ക്ലാസ് 12-ലെ ഓർഗാനിക് കെമിസ്ട്രി നിങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും ഉണ്ടായിരിക്കുക. അതിനോടൊപ്പം സ്ട്രക്ചർ ഓഫ് ആറ്റം, കെമിക്കൽ ബോണ്ടിങ് എന്ന് പറയുന്ന കാര്യങ്ങൾ ഏറ്റവും വെയിറ്റേജ് കൂടിയ ചാപ്റ്ററുകളാണ്. ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള ചാപ്റ്റേഴ്സാണ് ഇത്. അതിനോടൊപ്പം തന്നെ എത്രത്തോളം പ്രാധാന്യം നൽകേണ്ട മറ്റു 2 ചാപ്റ്റേഴ്സാണ് തെർമോഡൈനാമിക്സും ഇക്വിലിബ്രിയം. ഇതിൽ പെടാത്ത ചാപ്റ്ററുകളൊന്നും പഠിക്കേണ്ടതായിട്ടില്ലല്ലോ എന്നല്ല, കമ്പാരിറ്റീവ്ലി പ്രാധാന്യം ഇത്രയും കുറവാണെന്ന് വായിച്ചിട്ടാൽ മാത്രം മതി ബാക്കിയുള്ള ചാപ്റ്റേഴ്സ്. ഈ പറഞ്ഞിരിക്കുന്ന ചാപ്റ്റേഴ്സിനെല്ലാം തന്നെ വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് നിങ്ങൾ നിർബന്ധമായും പഠിച്ചിരിക്കണം. ആ ഒരു എക്സാമിന് നിങ്ങൾക്ക് മാർക്ക് നേടാൻ സാധിച്ചോ ഇല്ലയോ എന്നുള്ളതല്ല, ഇതിലുള്ള മുഴുവൻ കോണ്ടന്റും നിങ്ങൾ പഠിച്ച് സെറ്റാക്കി വച്ചിരിക്കണം. എങ്കിൽ മാത്രമായിരിക്കും ക്ലാസ് 12 ബോർഡ് എക്സാം നിങ്ങൾക്ക് വളരെ ഈസി ആയിരിക്കുക. അതിനാൽ തന്നെ ഒരു കാര്യം കൂടെ നിങ്ങൾ ഓർമ്മിപ്പിക്കട്ടെ, ഇത് ബോർഡ് എക്സാം ഇല്ല എന്ന് വിചാരിച്ചുകൊണ്ട് ആരും തന്നെ ഉഴപ്പരുത്.